10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 3യിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. നമ്മൾ 2 പാർട്ട് നേരത്തെ ചെയ്തായിരുന്നു. ഇത് 3ാമത്തെ പാർട്ടാണ്. നമുക്ക് നോക്കാം. അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 4 വർഷം കഴിഞ്ഞ് ഇത് 4:1 ആകുമെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് അച്ഛൻ്റെ വയസ്സ് തമ്മിൽ അനുപാതം തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? അത് 5:1 അല്ലേ? നമുക്ക് പ്രായം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമുക്കതിനെ 5x:1x എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ആദ്യത്തെ അനുപാതം. ഇനി പറയുന്നു 4 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്ന 5x+4 ആകും. മകൻ്റെ പ്രായം എന്ന് പറയുന്നത് x+4 ആകും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ അംശബന്ധമാണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? 4:1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിവിടെ എഴുതാം 5x+4 അംശബന്ധമായതുകൊണ്ട് /x+4 എന്നതിനെ മാറ്റി എഴുതാം. ഇതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് 4:1. 4:1 എന്ന് പറയുമ്പോൾ നമുക്ക് 4/1 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5x+4 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 × x+4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അതായത് 5x+4 ഇത് അങ്ങോട്ട് ബ്രാക്കറ്റിനകത്തോട്ട് കയറ്റുമ്പോൾ 4x+16 എന്ന് കിട്ടും. 4 × 4 17. ഈ 4x-നെ 5x ഇവിടെ ഉണ്ട്, നമുക്ക് 5x എഴുതാം. ഈ 4x-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് -4x ആകും. ഇവിടെ ഒരു 16 ഉണ്ട്, 4-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് -4 ആകും. ക്ലിയർ ആണല്ലോ. 5x - 4x എന്ന് പറയുന്ന x ആണ്. അപ്പോൾ x = 16 - 4 എന്ന് പറയുന്നത് 12. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ x കിട്ടി. x എന്ന് പറയുന്ന ആരുടെയാണ്? മകൻ്റെ വയസ്സാണ്. അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 5x ആണ്. അപ്പോൾ നമുക്ക് 5x കണ്ടുപിടിക്കാം. 5x കാണാം. ഇതാണ് അച്ഛൻ്റെ പ്രായം, 5x ആണ്. 5x കാണാനായിട്ട് 5 × x നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. 5 × 12 എന്ന് പറയുന്നത് 60 ആണ്. ഓപ്ഷനിലുണ്ടോ? യെസ്, 60 ആണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ, അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ നോക്കാം. 25 എന്ന് പറയുന്നത് 5-ൻ്റെ സ്ക്വയർ, 9 എന്ന് പറയുന്നത് 3-ൻ്റെ സ്ക്വയർ, 16 എന്ന് പറയുന്നത് 4-ൻ്റെ സ്ക്വയർ, 49 എന്ന് പറയുന്നത് 7-ൻ്റെ സ്ക്വയർ, 64 എന്ന് പറയുന്നത് 8-ൻ്റെ സ്ക്വയർ. അപ്പം ഇതെല്ലാം ഒരു പൂർണ്ണവർഗ്ഗമാണ്. 42 പൂർണ്ണവർഗ്ഗമല്ല. സോ 42 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകും. ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്ര? നോക്കാം. ആകെ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ഓർത്തിരിക്കുക. 20% നഷ്ടം വന്നു എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് 20 കുറക്കുക, 80%. അതായത് ഈ 80%ആണെന്നൊക്കെ തന്നിരിക്കുന്ന 400 രൂപ എന്ന് പറയുന്നത്. വാങ്ങിയ വില എപ്പോഴും 100% ആയിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 400 × 100, 400 × 100 ഡിവൈഡഡ് ബൈ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ടില്ല. ഇത് ഇവിടെ തന്നിരിക്കുന്ന 80 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 80. ഈ 0 വെട്ടിപ്പോവും. 40-നെ 80 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 8 × 5 = 40. 5 എന്ന് കിട്ടും. 5 × 100 എന്ന് പറയുന്നത് 500. സോ യെസ്, 500 ആണ് നമ്മുടെ ആൻസർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഇതിൻ്റെ മധ്യപദം കണ്ടുപിടിക്കും. ആകെ 20 പദങ്ങളുണ്ട്. 20 പദങ്ങളുടെ മധ്യപദം എന്ന് പറയുന്നത് എപ്പോഴും എത്രാമത്തെ പദമായിരിക്കും? 10ാമത്തെ പദവും 11ാമത്തെ പദവും ആയിരിക്കും എന്തെന്ന് പറയാം, മധ്യപദം ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 10ാമത്തെ പദവും, അതായത് ആദ്യം നമുക്കിവിടെ 9 പദങ്ങളുണ്ട്. ക്ലിയർ അല്ലേ? അവസാന 9 പദങ്ങളുണ്ട്. അപ്പോൾ 9, 9, 18, പിന്നെ 2 പദങ്ങളുണ്ട്. അത് 10ഉം 11ഉം ആയിരിക്കും. ഈ 10ാമത്തെയും 11ാമത്തെയും പദം കണ്ടുപിടിച്ചാൽ മതി. നമുക്കൊന്ന് എഴുതി നോക്കാം. 8, 11, 14, 17, 20, 23, 26, 29, 32, 35 എന്നൊക്കെ നോക്കാം.
10ഉം 11ഉം അല്ലേ? 1 2 3 4 5 6 7 8 9 ഇതാണ് 10, ഇതാണ് 11. ഇത് ഈ രണ്ട് പദങ്ങൾ, ഈ രണ്ട് പദങ്ങളാണ് മധ്യപദങ്ങളായിട്ട് വരുന്നത്. ഒരു പദമാണെങ്കിൽ നമുക്ക് അത് മാത്രം എടുത്താൽ മതിയായിരുന്നു. രണ്ട് പദങ്ങളുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ഈ 35നെയും 38നെയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആവറേജ് എടുക്കണം. നടുക്ക് ഒരു സംഖ്യയാണെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. രണ്ട് സംഖ്യ വന്നുകൊണ്ട് അതിൻ്റെ ആവറേജ് എടുക്കണം. 35 + 38/2 ആണ്. അത് നമുക്കറിയാം 73/2. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി ഒന്നുമില്ല, എത്ര പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? 20. തന്നിരിക്കുന്ന പദങ്ങളുടെ എണ്ണമായ 20നെ ഈ 73/2 കൊണ്ട് ഗുണിച്ചാൽ മതി. 20നെയും 2നെയും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ 10 കിട്ടും. 10 × 73 എന്ന് പറയുന്നത് 730 ആണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? നിങ്ങൾ ആലോചിക്കുക. ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗ്ഗം 64 സംഖ്യ ഏത്? നമുക്ക് നോക്കാം. സംഖ്യ എ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ്, അതിനോട് 3 കൂട്ടുക എന്ന് വെച്ചാൽ x + 3 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുക എന്ന് വെച്ചാൽ ഹോൾ സ്ക്വയർ ആണ്. ഇത് നമുക്ക് 64 എന്ന് തന്നു. അപ്പോൾ ഒന്നുകൂടെ ഇതിനൊന്ന് മാറ്റി എഴുതാം. x + 3 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 64 എന്ന് പറഞ്ഞാൽ 8ൻ്റെ സ്ക്വയറാണ്. 8 സ്ക്വയർ എന്ന് എഴുതാം. ഇനി നോക്കാം, ഇതും സ്ക്വയറാണ്, ഇതും സ്ക്വയറാണ്, സെയിം ആണ്. ഇത് x + 3 ആണ്, ഇത് 8 ആണ്. അപ്പോൾ ഇവിടെയും 8 ആയിക്കഴിഞ്ഞാൽ ഓക്കെ, ബാലൻസ് ആകും. അപ്പോൾ x + 3 8 ആകണമെങ്കിൽ എക്സിന് എത്ര വില കൊടുക്കണം? എക്സിന് 5 കൊടുത്താൽ പോരെ. 5 3 വെട്ട്, ഇവിടെയും 8. സോ 5 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നോക്കാം. 2/10 എത്ര കൂട്ടിയാൽ 2/11? ഇവിടെ നോക്കാം. ഇതിൻ്റെ ബേസ് 2 ആണ്, ഇവിടെയും ബേസ് 2 ആണ്. ഇവിടെ 10, ഇതിൻ്റെ കൂടെ 1 കൂടി 11. ഇതേപോലെ 1 കൂടിയാണ് വരുന്നതെങ്കിൽ ഒന്നുമില്ല. ഈ 2/10 എപ്പോഴും കൂട്ടേണ്ടത് അതേ സംഖ്യ തന്നെയായിരിക്കും. അതായത് 2/10 തന്നെയായിരിക്കും. 2/10 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ?